സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകർ, നഗ്നനേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. மெய்யெழுத்து நான் போடும் கையெழுத்து அன்பே, உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிரே மயிலிரே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் ശങ്കരേട്ടാ, ഇന്നത്തെ എല്ലാ മീറ്റിങ്ങും കഴിഞ്ഞില്ലേ? ഇനി വേറെ ഒന്നുമില്ലല്ലോ. ഞാനപ്പം നേരെ വീട്ടിലോട്ട് ഇറങ്ങട്ടെ. കഴിഞ്ഞു കുഞ്ഞെ. പക്ഷേ ഇനിയൊരു പേഴ്സണൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. അത്ര അർജൻ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇരുത്തിയത്. അതുകൊണ്ട് അത് കണ്ടിട്ട് നമുക്ക് പോവാം. പേഴ്സണൽ അപ്പോയിൻമെൻറ്റോ? അതാരാ? ഇതെന്താ നേരത്തെ എന്നോട് പറയാത്തേ? അത് കുഞ്ഞെ വാപ്പ പറയണ്ടെന്ന് പറഞ്ഞു, വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദിര ഗ്രൂപ്പ്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് മോൻ അറിഞ്ഞാൽ ചിലപ്പോൾ അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചു. അതാ ഞാൻ പറയാത്തത്. ഇന്ദിര ഗ്രൂപ്പിൽ നിന്ന് ഇപ്പോൾ ഒരു വിസിറ്റ് നല്ലതിനായിരിക്കില്ല. എനിവേ, ഇന്ദിരയാണോ വന്നേക്കുന്നത്? അല്ല കുഞ്ഞെ, അത് ദേവസാറാണ് വന്നേക്കുന്നത്, ഇന്ദിരമോനല്ല. ഓ, അയാളാണോ? അല്ല, എന്താണ് ശങ്കരേട്ടാ, ചോറ് ഇവിടെയും കൂറവിടെയാണോ? അല്ല, ഈ ദേവസാറെന്നുള്ള വിളിയൊക്കെ കേട്ടിട്ട് പറഞ്ഞതാ. അതെന്താ കുഞ്ഞെ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഈ സാറെന്ന് വിളിച്ചുകൊണ്ടാണ് കുഞ്ഞ് അങ്ങനെ പറഞ്ഞതെങ്കിൽ അവരൊക്കെ വലിയ ആൾക്കാരല്ലേ മോനെ. അപ്പോൾ മോൻ്റെ PA ആണെങ്കിലും എനിക്ക് റെസ്പെക്റ്റ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. നടക്കട്ടെ നടക്കട്ടെ. എന്തായാലും അയാൾ എവിടെ ഇരിക്കുന്നേ? ക്യാബിനിലാണോ? എന്നാൽ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കേ. ശങ്കരേട്ടൻ പോയി പറഞ്ഞാൽ മതി. ഞാനൊന്ന് ഫിദയെ വിളിച്ചിട്ട് വരാം. അവൾ 2-3 ദിവസമായി എന്നെ വിളിക്കുന്നു. ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി അല്ലായിരുന്നു. ഞാനൊന്ന് പോയി അവളെ വിളിച്ചിട്ട് വരാം. അല്ലെങ്കിൽ ഇനി വീട്ടിൽ കയറാൻ പറ്റത്തില്ല. ബാപ്പ അതിനായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. ശരി, എന്നാൽ ശങ്കരേട്ടൻ പോയി അയാൾക്കൊരു കമ്പനി കൊടുക്കും. അയാളോട് വെയിറ്റ് ചെയ്യാൻ പറ. ഞാൻ എന്താ വരുന്നു. പോയിട്ട് ആവുഞ്ഞേ. ഞാൻ പറയാം. ഞാൻ അവിടെ പോയിരിക്കാം, മോനങ്ങ് വന്നാൽ മതി. ശരി എന്നാ. പണ്ടാരം. എന്നാലും ആ റാം ഇതെവിടെ പോയി? ആ ചെറുക്കനെ കൊണ്ടാക്കിയിട്ട് ഉച്ചയ്ക്ക് വരുമെന്നല്ലേ പറഞ്ഞേ? ഇതിപ്പോൾ സമയം 5 ആയാലും. കോപ്പ്. അവനെ കാണാമെന്ന് വിചാരിച്ചാൽ ഞാനും കൊണ്ട് തുള്ളിച്ചാടി വന്നത്. എന്നിട്ടിപ്പോൾ എനിക്ക് അവനെ കാണാൻ കിട്ടത്തില്ല. ഇതാരാ വിരല് പിടിച്ച പാമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓടാൻ? അതെ, ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കാൻ ഈ വക സിറ്റുവേഷനിൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങേരെ അങ്ങ് കെട്ടണം. കെട്ടിക്കഴിഞ്ഞാൽ ഇത്ര ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങേരെ എവിടെയാ പോകുന്നതെന്നും വരുന്നതെന്നൊക്കെ ഭാര്യയായ തങ്ങളോട് പറഞ്ഞിട്ട് പോകും. ഇത് ഇത്രയും ടെൻഷൻ അടിക്കാനുള്ള കാരണം എന്താ? കെട്ടാതെ ഇങ്ങനെ കെട്ടാച്ചരക്കായിട്ട് നിങ്ങൾ നിന്ന് പോകുന്നതുകൊണ്ട് മാത്രമാണ്. ഇത് എത്രയും പെട്ടെന്ന് മുത്തശ്ശൻ്റെ അടുത്ത് അച്ഛനടുത്തൊക്കെ പ്രസന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങ് കെട്ടിക്കൂടെ? ഓ, ഒന്ന് പതുക്കെ പറയടാ, മുത്തശ്ശൻ കേൾക്കും. ഇതാ പ്രശ്നം. കേട്ടാ എന്താ ഇപ്പൊ? എന്നാലും അറിയണം. പിന്നെന്താ ഇപ്പോഴേ അറിഞ്ഞോ? ഓ, അറിയണ കാര്യം നീ ഓർമ്മിപ്പിക്കല്ലേ.
അറിഞ്ഞു കഴിയുമ്പോൾ എന്തൊക്കെ നടക്കുമോ എന്തോ, എൻ്റെ പൊന്നു കലാപമായിരിക്കും, കലാപം. ആ നമ്മളിങ്ങനെയൊക്കെ തന്നെ അങ്ങ് ഒളിച്ചും പാത്തൊക്കെ പൊയ്ക്കോളാവേ. ഓ എന്താ വണ്ടർഫുൾ. OLB റിലേഷൻഷിപ്പ്, ഒളിച്ച് കളിച്ചുള്ള റിലേഷൻഷിപ്പ്. ആ നല്ല കാര്യം. നിങ്ങളിങ്ങനെ പേടിച്ചിരുന്നോ? ഞാനെങ്ങനെ ആവണം, സെറ്റായി രണ്ടിൻ്റെ അത് വീട്ടിൽ പറഞ്ഞ് കെട്ടി വീട്ടിൽ പൊറപ്പിക്കും. അതിനൊക്കെ എനിക്ക് ഓസ്കാർ തരണം. ആ ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴേ പലതും പറയും, പലതും തോന്നും. ആ സിറ്റുവേഷനിൽ വരണം, അപ്പോഴേ പഠിക്കൂ. അത് വേണ്ട ഏട്ടാ. ഈ കഥയിലേ ഞാൻ സിംഗിളാ. ഞാൻ അങ്ങനെ എന്നെ നിന്നോളാം. കാണാം സിംഗിളാണോ കമ്മിറ്റഡ് ആണോ എന്നൊക്കെ കാണാം. ഗീഡ, നിങ്ങൾ ഇവിടെ നിൽക്കുമായിരുന്നോ? എടാ ഇത് നോക്ക്, ഈ റീൽ നോക്ക്. എന്താടാ നോക്കട്ടെ. ഇനി എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡ്രസ്സിനങ്ങനെ വല്ല കാക്കയും തൂറിക്കാണോ? അങ്ങനെ വരാൻ വഴിയില്ല. എന്നാ പിന്നെ ഞാൻ അറിയത്തില്ലേ. എന്നാലും എന്തായിരിക്കും ഇവരൊക്കെ എന്നെ തന്നെ നോക്കുന്ന? കുറെ നേരമായി എൻ്റെ ക്ഷമം. എടി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാടി ഇവരല്ലേ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനേ പറ്റുന്നില്ലല്ലോ. അതല്ലേടാ ഞാൻ നിന്നോട് പറഞ്ഞത്, നീ ഇപ്പൊ ഫേമസാ, അതുകൊണ്ടാ എല്ലാരും നിന്നെ നോക്കുന്നേ. അല്ല നീ എങ്ങനെ വന്നേ? നിനക്ക് വണ്ടിയുണ്ടോ, ബൈക്കുണ്ടോ? അല്ല നീ വണ്ടിയിലാണ് വന്നെങ്കിൽ എന്നെ കൂടെ എന്റെ വീട്ടിന്റെ അടുത്താക്കോ? വണ്ടിയല്ല, നീ ഒന്ന് പോയെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കാതെ. ഓ എനിക്ക് വണ്ടിയൊന്നുമില്ല. ഇനി ആ ബസ്സിൽ ഞെരങ്ങി പോണം. നിനക്കൊരു കാര്യം അറിയും, എങ്ങനെയൊക്കെ കഴിഞ്ഞ ഞാനായിരുന്നു. ഫുഡിന് ഫുഡ്, വണ്ടിക്ക് വണ്ടി, സെക്യൂരിറ്റിക്ക് സെക്യൂരിറ്റി, ബോഡി ഗാർഡ്, പബ്ബിന് പബ്ബ്, പെണ്ണിന് അല്ല അതൊരു ഫ്ലോയിൽ വന്നതാ. അതില്ല കേട്ടാ, അത് കട്ട് ചെയ്തേക്ക്. ഇപ്പൊ ബസ്സിൽ തൂങ്ങിപ്പോണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോ. അല്ല നിനക്കുണ്ടോ വണ്ടി? എനിക്കില്ല, എന്റെ അപ്പനുണ്ട്, വീട്ടിൽ കിടപ്പുണ്ട്. എനിക്കില്ല, എനിക്ക് തരത്തുമില്ല. ഞാനും ബസ്സിൽ തന്നെ പോണം. അല്ല നിന്റെ വീട് എവിടെയാ? ഞായി അവളെ ചോദ്യം കേട്ടതൊന്നും അവക്ക് വണ്ടി വെച്ചിട്ട് എന്നോട് ചോദിക്കുന്നേന്ന്. സോറി, നീ നിന്നെ ഡ്രോപ്പ് ചെയ്യുമെന്ന് ചോദിച്ചായിരുന്നല്ലേ. എന്റെ വീട് ആ ഷോപ്പിംഗ് മാളില്ലേ, അതിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയില്ലേ, അതുവഴി പോയാൽ മതി. അതുവഴി പോയി കഴിയുമ്പോ 4ാമത്തെ വീട്. നിന്റെ വീട് എവിടെയാ? ഓ ആ വീട്ടില് താമസിക്കാൻ വന്ന നീയാണോ? ആ മുത്തശ്ശൻ മാത്രം ഒറ്റയ്ക്കുള്ള വീട്ടില്? വെറുതെ അല്ല, എനിക്ക് ആ കളവൻ ഇഷ്ടമല്ല കേട്ടാ. ഞാൻ പേരക്കറിച്ചതിനെ കളവന്റെ പിറകെ കമ്പും കൊണ്ടോടി. പന്ന കളവൻ, പാരട്ട കളവൻ. നീ ആരാ അങ്ങേറെ? ചെറുമൂവല്ലായിരിക്കും, എനിക്കറിയാം. നിന്നെ കണ്ടപ്പോഴേ തോന്നി അങ്ങേറെ എല്ലാ വിലത്തരം നിന്റെ ഉണ്ട്. ഞാൻ ആ വീട് കഴിഞ്ഞിട്ട് പിന്നെയും പോണം, 2 വീട് കഴിഞ്ഞിട്ട്. ലാസ്റ്റ് ഉള്ളൊരു വീടാ എന്റെ വീട്. എനിക്ക് കളവൻ ഇഷ്ടമല്ല, പാരട്ട കളവൻ. എടി നീ എന്റെ അപ്പൂപ്പനെ കുറിച്ചാണ് എന്നോട് പറയുന്നത്. ഇത്തി ഉളുപ്പാണ് ഇരടി. പിന്നെ എനിക്ക് അവരെ കുറിച്ച് അധികം അറിയാത്തോണ്ട് ഞാൻ ക്ഷമിച്ചു. അപ്പം നീ എന്നും നടന്നാണോ സ്ഥിരം പോവേം വരെയൊക്കെ ചെയ്യുന്നത്? അല്ല ബസ് സ്റ്റോപ്പ് വരെ നടക്കണമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതെ, ചില ദിവസം അപ്പം കൊണ്ടുവിടും. എന്താ? അന്ന് ഞാൻ നിന്നെ വിളിക്കാം. അപ്പൊ നമുക്ക് 2 പേർക്കും കൂടെ അപ്പന്റെ കാറിൽ വരാം കേട്ടോ. അല്ല നിന്നെ ആരും കൊണ്ടൊന്നും വിടത്തില്ലേ? അതായത് നിനക്ക് വീട്ടില് വേറെ ആരുമില്ലേ? നീ മാത്രമേ ഉള്ളൂ നിന്റെ ആ പരട്ടക്കളവന്റെ ചെറുമോനായിട്ട്? വേറെ ആരൊക്കെ വന്നെന്ന് അപ്പം പറഞ്ഞല്ലോ. അല്ല പറയാൻ പറ്റേക്ക് പറഞ്ഞാൽ മതി. കൊണ്ടോടും കോപ്പാണ്. ആണെങ്കിൽ നടന്ന് തന്നെ വരണം, ബസ്സിൽ തൂങ്ങി പിടിച്ച്. ഗതികേട്. എന്തൊക്കെയായിരുന്നു BMW. നീ വിഷമിക്കണ്ടടാ കാശു, എന്റെ വീട്ടിലും ഉണ്ട് ഒരു ബെൻസ്. ഒരു വകയ്ക്ക് കൊള്ളത്തില്ല, കാണാൻ വെച്ചേക്കുന്നതാ കാഴ്ചക്ക്. അതുകൊണ്ട് അത് പ്രതീക്ഷിച്ച് നമ്മൾ ഇരിക്കണ്ട കേട്ടോ. നമുക്ക് നടരാജയാണോ നല്ലത്? നമ്മൾ 2 പേരില്ലേ, ജോളിയായിട്ട് നടന്ന് ബസ്സിൽ കയറി വരാം പോരെ. ഞാനില്ലേ ഇനിയിപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് 4 വർഷം നിനക്ക് എന്തിനും ഏതിനും നിന്റെ ഈ ഐഷു കാണും. പ്രോമിസ്, ഗോഡ് പ്രോമിസ് അല്ല, ഡെവിൾ പ്രോമിസ്. ഡെവിൾ പ്രോമിസാ? അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല, ഇവള് ഷെയ്ത്താൻ ഉണ്ടായത് തന്നെ. അല്ലടി, നീ പറഞ്ഞല്ലോ ഞാൻ ഫേമസാ. ഇനി എന്നാലും എനിക്ക് പിടികിട്ടാത്തത്, ഞാൻ ഇന്നിവിടെ അഡ്മിഷൻ എടുത്തതേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഇവരെല്ലാം കൂടി എന്നെ ഇങ്ങനെ നോക്ക് ആ പെമ്പിള്ളേരൊക്കെ എന്നെ തന്നെ നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. എനിക്കെന്തോ പിന്നെ അരോചകമായി തോന്നുന്നു. യുനോ വൈ ദേ ആർ ലുക്കിംഗ് ലൈക്ക് മീ, ലുക്കിംഗ് ദാറ്റ് ലൈക്ക് മീ. എന്തുവായിരുന്നു അവരെന്തിനാ എന്നെ അങ്ങനെ നോക്കുന്നേ? ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ രസമാ.
ആരെങ്കിലും എന്തെങ്കിലും റാഗിങ് ചെയ്യുമ്പോൾ ചെയ്യാൻ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒക്കെ പിടിച്ച് ആരാന്ന് പോലും അറിയാണ്ട് കിസ് ചെയ്യുമ്പോൾ ആലോചിക്കണം, ഇങ്ങനെ എല്ലാരും നോക്കുമെന്ന്. കേട്ടാ? ഓ അതായിരുന്നാ, അതാ ഉമ്മാനെന്റെ അഭിമാനം. അതിനവിടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, നീ എങ്ങനെ അറിഞ്ഞത്? ഞാൻ നിന്നോട് ഇത്ര നേരമായിട്ട് ഇത് പറഞ്ഞില്ലല്ലോ. എടാ പൊട്ടാ, മണ്ടൂസേ, മണ്ടുണ്ണി, മാങ്ങാണ്ടി മോറ, നിനക്കൊരു കാര്യം അറിയാ? അവന്മാർ അതിന്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ഇന്റർനെറ്റിനകത്ത് ഇപ്പൊ അത് കിടന്ന് ഇങ്ങനെ ഓടുക. ഈ കോളേജിലുള്ള 3/4 പിള്ളേരും അത് കണ്ട്. അതാ നിന്നെ എല്ലാരും നോക്കുന്നത്. നിനക്ക് ഇത്ര ധൈര്യമോ എന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് എന്തിനാ വന്ന് മിണ്ടിയെന്ന് നിനക്കറിയാലോ. നിനക്ക് ഭയങ്കര ധൈര്യമാണെന്ന് പറഞ്ഞോണ്ട് മിണ്ടി കഴിഞ്ഞപ്പോഴേ മനസ്സിലായേ നിനക്ക് ധൈര്യം പോയിട്ട് ഒരു മാങ്ങാണ്ടി ഇല്ല, നീ പീറക്കിഴങ്ങനാണെന്ന്. ഇനിയിപ്പോ എനിക്ക് പിരിഞ്ഞു പോകാനും പറ്റത്തില്ല. കൂട്ടുകൂടി പോയില്ലേ, എന്റെ മാത്രം കാശു, ഞാൻ നിന്റെ മാത്രം ഐശ്വര്യ പോയില്ലേ. അതുകൊണ്ട് മാത്രം ഐ വിൽ അഡ്ജസ്റ്റ് യു. ഓക്കെ? അപ്പൊ കുരിശായല്ലേ? വെറുതെ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുന്ന. ഏത് നേരത്താണോ ദൈവമേ? ഐ തിങ്ക് കുരിശായി എന്നാണ്. നീ കിസ് ചെയ്ത് ആരാന്ന് നിനക്കറിയോ? ഇല്ലല്ലോ. അറിഞ്ഞോളൂ, ഞാനായിട്ട് പറയുന്നില്ല, നീയായിട്ട് എന്നെ അറിഞ്ഞാൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി ക്ലാസ്സിലൂടെ ഒരു പീരീഡും കൂടെ ഉള്ളൂ. ആ പീരീഡ് മര്യാദയ്ക്ക് ക്ലാസ്സിൽ കയറാൻ നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നീ കോളേജിലെ നോട്ടപ്പിള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറന്മാർ വരെ നിന്നെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് മോൻ ഇവിടെ കിടന്ന് കൂടുതൽ കറങ്ങണ്ട, വരാൻ നോക്ക്. വാ 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 വാ. ഏത് നേരത്താണോ കടവുളെ? ഹലോ, എക്സ്ക്യൂസ് മീ. നാട്ടിലൊക്കെ എത്തി മുത്തശ്ശനെയും കസിൻസിനെയൊക്കെ കണ്ടപ്പോ ഈ അച്ഛനെ മറന്നോ കിച്ചുമോൻ? അല്ല, വന്നിട്ട് ഒരു ദിവസമായി, എന്നെ കാണണോന്ന് പോലും ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടില്ല. എന്താണ്? ഭയങ്കര ചിന്തയിലാണല്ലോ. ദേ അച്ഛേ, ഞാനിപ്പോൾ നല്ല മൂഡിലല്ല കേട്ടോ. വെറുതെ എന്നോട് വഴക്കിടാൻ വരണ്ട. അച്ഛൻ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഐ വാണ്ട് സം പ്രൈവസി, യു നോ. ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡാ അച്ഛേ. യു നോ, കിച്ചു സോ സാഡ് ടുഡേ. അച്ഛൻ എന്താ അച്ഛൻ്റെ അടുത്ത് വരാത്തെ? അച്ചു വരാത്തത് നീ അവനെ കാണണമെന്ന് മനസ്സറിഞ്ഞ് ആഗ്രഹിക്കാത്തതുകൊണ്ട്. നീ എന്നെ കാണണമെന്നും നീ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമ്പോഴോ ഞാൻ നിന്റെ അടുത്ത് വരുന്നത്. അതുപോലെ നീ ആ ടൈമില് അവനെ കാണണമെന്ന് ആഗ്രഹിച്ചു നോക്ക്, അപ്പൊ അവനും വരും. അല്ല, ഇപ്പൊ എന്റെ മോൻ സാഡ് ആയിരിക്കാനുള്ള റീസൺ എന്താ? അത് അച്ഛയ്ക്ക് അറിയാൻ പറ്റുമോ? ഒന്ന് പറയൂ. അറിഞ്ഞ അച്ഛയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു ഉപകാരമായിട്ടുള്ള കാര്യം അച്ഛൻ പറഞ്ഞുതരാം. പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞുതരും. ഇല്ലെങ്കിൽ അച്ഛൻ ഇപ്പൊ പോവേ. അച്ഛൻ പിണങ്ങി പോവാണോ? പോണ്ട, ഞാൻ പറയാം. അച്ഛേ, ഒരു ചേട്ടൻ ഞാൻ കുളിച്ചിറങ്ങിയപ്പോൾ ഇവിടെ വന്നേ. എന്നിട്ട് ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഇത് ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചു. ഈ മോളില്ലേ, അത്. ഞാനൊന്നും പറഞ്ഞില്ല. ബട്ട് അപ്പോൾ തൊട്ട് എൻ്റെ നെഞ്ചി കിടന്ന് ടപ്പ് 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 എന്ന് ഇടിക്കുന്ന അച്ഛേ. അതെന്താ? നീ എന്തിനാ കള്ളം പറയുന്നേ? നീ ഒന്നും പറഞ്ഞില്ല ആ ചേട്ടനോട്. അതാ ഒറിജിനൽ ആണോ ചോദിച്ചപ്പോ നീ ഒറിജിനൽ ആണെന്ന് പറയുന്ന ഞാൻ കേട്ടതാണല്ലോ. പിന്നെ നിന്റെ നെഞ്ചി കിടന്ന് എന്തിനാ ടപ്പ് ടപ്പേന്ന് ഇടിക്കുന്നേ? എന്താണ് മോനെ എന്റെ പുത്രൻ? സംതിങ് ഹൈഡിങ് ഫ്രം മീ, റൈറ്റ്? എന്താ ഒരു ഫിഷിംഗ് ഉണ്ടല്ലോ, കാര്യം പറയടാ. No, I'm not hiding anything from you. Seriously. ആ ചേട്ടനില്ല അച്ഛേ, ഒരുമാതിരിയാ പെരുമാറിയേ എന്തോ. അച്ഛൻ കണ്ടിട്ടില്ലേ, എനിക്ക് ബനാന മിൽക്ക് കാണുമ്പോൾ ഒരു കൊതിയൊക്കെ തോന്നത്തില്ലേ? അമ്മാതിരി. ആക്ച്വലി എനിക്ക് ആ ചേട്ടൻ അങ്ങനെ നോക്കുന്നുണ്ടപ്പോൾ എന്തോ ബുദ്ധിമുട്ട് ഇവിടെ. അതാ ഞാനിങ്ങനെ ഇരുന്ന്. അച്ഛയ്ക്ക് അറിയില്ല അച്ഛൻ, എനിക്ക് ആരോടും മിണ്ടുന്നൊന്നും പറയുന്നതൊന്നും ഇഷ്ടമല്ല. പക്ഷെ ആ ചേട്ടൻ വന്നപ്പോൾ അച്ഛനോട് ഞാൻ സംസാരിച്ചു. അച്ഛൻ പറഞ്ഞില്ല അച്ഛൻ കണ്ടു എന്ന്. അച്ഛൻ കേട്ടില്ലേ? ഞാൻ ഒരു പേടിയും കാണിച്ചില്ല. ഇല്ല, ഞാൻ കാശേട്ടനോട് പറയത്തില്ല എനിക്ക് പേടിയാന്ന്. രാമേട്ടനോട് പറയത്തില്ലേ? ഞാനിവിടെ അതൊന്നും ചെയ്തില്ല. വൈ? അതാ എൻ്റെ ഡൗട്ട്. എന്തിന്? ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഹിം. You don't like him? Why? Why? Because of his eyes.
ഹി ലുക്സ് ലൈക്ക് മീ. റാബിറ്റിന് ക്യാരറ്റ് കാണുമ്പോൾ കണ്ണി തോന്നുന്ന ഒരു കൊതിയില്ലേ, ആ അതുപോലെയാണ് നോക്കിയത്. എനിക്ക് അയാൾ നോക്കി ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ ചേട്ടനെ ഇഷ്ടമല്ല. അതെന്തിനാ ചേട്ടൻ എന്നെ അങ്ങനെ നോക്കിയേ? ആൻഡ് എന്തിനാ ഇത് ഒറിജിനലാണോ ചോദിക്കുന്നത്? ഞാനിത് ആർക്കും കൊടുക്കത്തില്ല അച്ഛേ. ഇത് എൻ്റെയാ, എൻ്റെ മാത്രമാണ്. ഇത് എനിക്ക് മാത്രമുള്ള സാധനം. ഈ താഴത്തെ ഞാനിത് കൊടുക്കത്തില്ല. എടാ കിച്ചു, നീ ഇങ്ങനെ താഴത്തേന്നൊന്നും പറയല്ലേ, പിള്ളേര് തെറ്റിദ്ധരിക്കും. യു മീൻ ആ മറുക് അല്ലേ? അയിനോ എനിക്ക് മനസ്സിലായി. എന്റെ കിച്ചുമോനെ, അവൻ വെറുതെ നിന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ചായിരിക്കും. ഈ പിള്ളേരൊക്കെ കളിക്കൊക്കെ കാണിക്കത്തില്ലേ, ഫ്ലേട്ടിങ്, അതുപോലെയൊക്കെ. നീ ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നത്? അച്ഛൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ആവശ്യമില്ലാത്ത കുരുക്കിലൊക്കെ പോയി ചാടുന്ന ചിന്താഗതിയും കൊണ്ട് നടക്കരുതെന്ന്. നീ നിനക്ക് എത്ര വയസ്സായെന്നാ നിന്റെ വിചാരം? എത്ര പറഞ്ഞെന്നാണ് നിന്റെ തലേ കയറത്തില്ലല്ലേ നീ വലിയ ആളായെന്ന്? കിച്ചുവേ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. അത് നിന്റെ റിലേറ്റീവാ, കസിനാ, എല്ലാം ശരിയാ. പക്ഷെ എല്ലാരോടും സൂക്ഷിച്ച് മാത്രം മിണ്ട, കേട്ടല്ലോ? അതിന് എന്ത് റിലേഷൻ ആയാലും ശരി, ആരെയും എടുത്ത് തലയിൽ വെക്കാൻ പോരുത്. ഇത് അച്ഛ പറയുന്നതാ. മോന് മനസ്സിലാവുന്നുണ്ടല്ലോ? മനസ്സിലായി. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് ഹിം. എന്നോട് അയാളെ ലൈക്കാൻ പറയരുത് അച്ഛ. എനിക്ക് അയാളെ ലൈക്കണ്ട. ഐ മീൻ, എനിക്ക് അയാളെ ഇഷ്ടമല്ല. ഓക്കെ പോരെ. ആരോടാ ഈ സംസാരിക്കുന്നേ? ഐ മീൻ, ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്കല്ലല്ലോ, ഞാൻ എൻ്റെ അച്ഛയോട് സംസാരിച്ചേ. എന്താ? അച്ഛനാണോ? ദൈവമേ, ആക്ച്വലി മുത്തശ്ശൻ ചായ കുടിക്കാൻ താഴോട്ട് വരുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ മുകളിലോട്ട് കൊടുത്തുവിടാന്ന് പറഞ്ഞു. അത് പറയാൻ വന്നതാ. പിന്നെ നേരത്തെ ഈ മോളിന്റെ കാര്യം ചോദിച്ചില്ലേ? സോറി, ഐ മീൻ, ഞാനിങ്ങനെ കറക്റ്റ് ലിപ്പിന്റെ താഴെ തന്നെ ആദ്യമായിട്ട് കാണാം. അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിച്ചതാ. താൻ അൺകംഫർട്ടബിൾ ഒന്നും ആയിരുന്നില്ലല്ലോ അല്ലേ? എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ടാ. അൺകംഫർട്ടബിൾ അല്ലല്ലോ, ഞാൻ അൺകംഫർട്ടബിൾ ആയിരുന്നില്ല. ഐ എം ഓക്കെ. ചേട്ടന് ഇത് വേണോ, ഈ ലിപ്പിൻ്റെ താഴെ ഉള്ളത്? സോ ഫാസ്റ്റ്. കിച്ചു അല്ലേ? കിച്ചുന്റെ ശരിക്കുള്ള പേര് കാളിദാസ്. ആക്ച്വലി കിച്ചു, സോറി കിച്ചു. താനിങ്ങനെ എന്നെ ചേട്ടാന്ന് വിളിക്കണ്ട, ഇന്ദിരാന്ന് വിളിച്ചോ. എനിക്കതാ കുറച്ചുകൂടി കേൾക്കുമ്പോൾ ഇഷ്ടം. എസ്പെഷ്യലി താൻ എന്നെ ഇന്ദിരാന്ന് തന്നെ വിളിച്ചോ. എല്ലാവരും അങ്ങനെ വിളിക്കുന്നേ. ആൻഡ് നത്തിങ്. എന്നാ ഞാൻ പോവാം. ഇന്ദിരാന്ന് വിളിച്ചാൽ മതിയേ. ഇന്ദിര പോവാണോ? എന്താ ഒന്നും പറയാത്ത? ഞാൻ ചോദിച്ചതിന് ഞാൻ ഇന്ദിരാന്ന് തന്നെ വിളിച്ചോളാം. ബട്ട് ഇത് വേണ്ടേ? ഇത് ഇഷ്ടപ്പെട്ടോണ്ടല്ലേ ഇത് ഒറിജിനൽ ആണോ എന്ന് ചോദിച്ചേ. എനിക്ക് മനസ്സിലായി. ഇത് എങ്ങനെ തരേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന സഹായമാണെങ്കിൽ ആർക്കും ചെയ്തു കൊടുക്കണമെന്ന്. സോ ഐ വിൽ ഗീവ് യു. ഓക്കെ? ഹാപ്പി ആയോ? ഹാപ്പിയായി. ബട്ട് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരാള് തന്നു വാങ്ങുന്നേക്കാളും സുഖം നമ്മളായിട്ട് എടുക്കുന്നതിനാണ്. നീ തരണ്ട, ഞാനായിട്ട് എന്നെ എടുത്തോളാം. അത് ഞാനായിട്ട് എന്നെ അനുഭവിച്ചോളാം. എന്നാ ശരി. അപ്പോ ചായ ഇങ്ങോട്ട് കൊണ്ടുവരണോ, താഴോട്ട് വരുന്നോ? നോ, ഞാൻ താഴോട്ട് വരില്ല. അവിടെ ഒരുപാട് പേരുണ്ട്. ഐ നോ ദാറ്റ്. ആൻഡ് ഇവിടെ കൊണ്ടുവരാൻ പറയാമോ മുത്തശ്ശനോട്? ഓക്കെ, പറയാം. എന്നാ ഞാൻ പോവാട്ടോ. ബൈ. ഇന്ദിര ബൈ. എന്താടാ മോനെ, കുറച്ചു മുമ്പേ നീ അവന്റെ കുറ്റമൊക്കെ എൻ്റെ അടുത്ത് വിളമ്പിയല്ലോ. എന്നിട്ടിപ്പോ നിന്ന് ചിരിക്കുന്നു.
എന്താണ് നിന്റെ ഉദ്ദേശം? എടാ എന്താടാ ഒരു ചിരിയൊക്കെ? അച്ഛേ യു ചീറ്റ്. ആ ചേട്ടൻ ചോദിച്ചപ്പോൾ അച്ഛൻ എവിടെയായിരുന്നു? ഓ സോറി, ഇന്ദ്ര ചോദിച്ചപ്പോൾ അച്ഛൻ എവിടെയായിരുന്നു? പോയി ഒളിച്ചിരുന്നല്ലേ? എനിക്ക് മനസ്സിലായി. അച്ഛേ, ഞാൻ ആ ഇന്ദ്രനെ ഉണ്ടല്ലോ തട്ടിത്തെറിച്ചതാ. അതാ പാവം, അയാൾ നിരപരാധിയാ. ഓ എന്റെ കിച്ചുവേ, നീ ഇങ്ങനെ കടിച്ചാ പൊട്ടാത്ത വർത്താനൊന്നും പറയണ്ട. നിന്നെ കൊണ്ട് പറ്റുന്ന പറഞ്ഞാൽ മതി കേട്ടോ. നിറപരാധിയല്ല, നിരപരാധി. പിന്നെ തട്ടിത്തെറിച്ചതല്ല, തെറ്റിദ്ധരിച്ചതാ. മനസ്സിലായോ? ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ആരെയും ഒരു കാഴ്ചയിൽ വിലയിരുത്താൻ പറ്റത്തില്ല എന്ന്. ഇപ്പൊ കണ്ടതും ഒറിജിനൽ ആണെന്നൊന്നും മോ വിചാരിക്കണ്ട കേട്ടോ. ആരെയും ഒറ്റ കാഴ്ചയിലോ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയിലോ ഒന്നും വിലയിരുത്താൻ പാടില്ല കേട്ടോ. അച്ഛൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. ബട്ട് ഹീസ് എ ഗുഡ് ബോയ്. അതുകൊണ്ട് ഞാൻ ഇനി ഇന്ദ്രയോട് മിണ്ടും കേട്ടോ. അച്ഛനെ വഴക്കൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ എന്റെ കിച്ചുവിനെ ഒന്നിനും വഴക്ക് പറയത്തില്ല. പിന്നെ സൂക്ഷിക്കണമെന്നേ പറയുന്നുള്ളൂ. മനുഷ്യരാണ്, മാറും, മറക്കും, മരിക്കും. അതുകൊണ്ട് കേട്ടോ. കേട്ടു. ആ ഇതാരാ? ദേവസാറോ? എന്താണ് സാർ എൻ്റെ ഗ്രൂപ്പിലോട്ടൊക്കെ, ഐ മീൻ എൻ്റെ കമ്പനിയിലോട്ടൊക്കെ ഒരു വരക്കം? വരേണ്ട ആവശ്യം വന്നല്ലേ പറ്റൂ, വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഓ അങ്ങനെ. അതെ. വരേണ്ട ആവശ്യം വന്നാൽ വരണം, കാല് പിടിക്കേണ്ട ആവശ്യം വന്നാൽ കാല് പിടിക്കണം, അപേക്ഷിക്കേണ്ട ആവശ്യം വന്നാൽ അപേക്ഷിക്കണം. ഇതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങൾ തന്നെയാണ്, ചെയ്യേണ്ടതുമാണ്. ഇപ്പോൾ സാർ വന്നതിൻ്റെ ആഗമന ഉദ്ദേശം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ പോകായിരുന്നു. ഓക്കെ ഫൈൻ. നോക്കാസിം, വളച്ചു കെട്ടില്ലാണ്ട് കാര്യം ഞാൻ പറയാം. എന്താ നിന്റെ ഉദ്ദേശം? നീയും നിന്റെ പെങ്ങളുടെ ആ ചാനലുണ്ടല്ലോ, അതും കൂടെ എനിക്ക് വരുത്തി വെക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറ കണക്കിനല്ല. നിന്റെ അറിവോട് കൂടിയാണോ അറിവില്ലാണ്ടാണോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമല്ല. പക്ഷെ നീ നിന്റെ ആ ചാനലും കാരണം ഇതിനോടകം തന്നെ ആ ന്യൂസ് എല്ലാവരുടെയും വായിലെത്തിക്കുക. സോഷ്യൽ മീഡിയയിൽ വെറുതെ ഒന്ന് ഫ്ലാഷ് ആയ ഒരു വീഡിയോനെ എടുത്ത് ഒരു ന്യൂസ് ആക്കണമെങ്കിൽ അതിന്റെ മുമ്പിൽ വൈരാഗ്യം തന്നെയാണ്. പക്ഷെ അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ നീ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെയും എന്റെ പിള്ളേരെയും ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ആണ് നീ ഇത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ നിന്നെ വാൺ ചെയ്യാം, ഇതോടെ നിർത്തിക്കോ. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാണിംഗ് ആണ്. ഇമാതിരി ചീപ്പ് പ്ലേയോ ആയിട്ട് വരരുത്. അത് എൻ്റെ അടുത്ത് നടക്കത്തില്ല, അത് നീ മറക്കരുത്. വണ്ടർഫുൾ, നല്ല കണ്ടുപിടുത്തം. എൻ്റെ പൊന്നു ദേവസാറേ, എനിക്ക് ആദമിനോട് ഒരു ദേഷ്യവുമില്ല, അവനോടൊന്നല്ല ആരോടും. അതുകൊണ്ട് എനിക്കിത് ചെയ്യേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സില്ലി കുറ്റങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേട്ട് വരണ്ട നിങ്ങൾ. പിന്നെ പണ്ടെങ്ങോ ഞാനും നിങ്ങളുടെ മോനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ പേരും പറഞ്ഞ് അതും വിചാരിച്ച് പകരം വെട്ടാനും വൈരാഗ്യം കാണിക്കാനും നടക്കാൻ എനിക്ക് തലയ്ക്ക് ഓളമൊന്നുമില്ല. ഞാൻ എൻ്റെ പുതിയ ലൈഫും പുതിയ കാര്യങ്ങളുമായിട്ട് ഞാൻ മുമ്പോട്ട് പോയി. ഞാനതിൽ നിന്ന് റിക്കവർ ആവുകയും ചെയ്തു. നിങ്ങളുടെ മോന ഇപ്പോഴും അതിന് റിവെഞ്ച് പോലെ പ്ലേ ബോയെ പോലെ കാണുന്നവരെല്ലാവരെയും മെക്കിട്ട് കയറി കളിച്ച് വാരിക്കൊണ്ട് നടക്കുന്നത്. അത് നിങ്ങൾ മറക്കണ്ട. ആസിം വേണ്ട, സ്റ്റോപ്പ് ഇറ്റ്. വെറുതെ അടഞ്ഞ അധ്യായം വീണ്ടും വലിച്ചു തുറക്കണമെന്നില്ല. ഹലോ എനിക്കതിന് താല്പര്യമില്ല. പിന്നെ ഈ പറഞ്ഞത് എന്നോടല്ല പറയേണ്ടത്. ഇന്നും എന്നെ ഓർത്തിരിക്കുന്ന നിങ്ങളുടെ മോനുണ്ടല്ലോ, അവനോട് പോയി പറ. എനിക്കറിയാം അവൻ ഇന്നും എന്നെ അല്ലാതെ മറ്റാരെയും പ്രണയിക്കാൻ സാധിക്കില്ലെന്ന്. പിന്നെ വേറെ ആരെങ്കിലും അവൻ നോക്കുന്നുണ്ടെങ്കിൽ അത് വെറും കാമത്തിൻ്റെ കണ്ണോടുകൂടി തന്നെയാണ്. പിന്നെ എനിക്ക് നിങ്ങളെയോ നിങ്ങളുടെ മക്കളെയോ കാര്യത്തിൽ വരേണ്ട ആവശ്യമില്ല, ഞാൻ വരത്തുമില്ല. പിന്നെ കമ്പനി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ബിസിനസ് ആകുമ്പോൾ സഹജമാണ്. മത്സരങ്ങളുണ്ടാവാം, തോൽവികളുണ്ടാവാം, അതൊക്കെ എനിക്കറിയാം. അതൊക്കെ ഫേസ് ചെയ്ത് പോകാനും എനിക്കറിയാം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ 2ാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്, ഞാൻ 4ാമതും. എന്നിട്ട് എനിക്കിതുവരെ നിങ്ങളോട് ദേഷ്യമില്ലല്ലോ. പിന്നെ
ചാനലിൽ കൂടെ ന്യൂസ് സ്പ്രെഡായത് പിടിച്ചാണ് നിങ്ങൾ ഈ കയറുന്നതെങ്കിൽ ചാനൽ എൻ്റെ മേൽനോട്ടത്തിലുള്ള ബിസിനസ് അല്ല, അത് ഫിദയുടേതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വല്ലതും പറയാനുണ്ടെങ്കിൽ അവളെ കോണ്ടാക്ട് ചെയ്യുക, അല്ലാതെ അതിൻ്റെ ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഈ പ്രശ്നം ഞാൻ അറിഞ്ഞതുപോലുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളീ പറയുന്നൊന്നും എനിക്ക് അറിയത്തുമില്ലായിരുന്നു. പക്ഷെ ആ ന്യൂസ് ഞാൻ കണ്ടു, ഞാൻ കള്ളം പറയത്തില്ല, അത് ഞാൻ കണ്ടതാണ്. അത് ഫിദയോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്രയും നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നത്. ഞാൻ ഫിദയെ വിളിച്ചായിരുന്നു. നിങ്ങളിവിടെ വന്നെന്ന് പറഞ്ഞപ്പോഴേ ഇമാതിരി എന്തെങ്കിലും കൊനിഷ്ഠ പ്രശ്നവും പൊക്കി പിടിച്ചുകൊണ്ടായിരിക്കും വന്നതെന്ന് എനിക്ക് തോന്നി. അവൾ പറഞ്ഞു ജെന്യൂനായിട്ട് കണ്ടൊരു കാര്യം അവളെടുത്ത് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത്. സോ ഇതുമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാനുണ്ടെങ്കിൽ അവളുടെ മേൽനോട്ടത്തിലുള്ള ചാനലായതുകൊണ്ടും അത് അവൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടും അവളോട് തന്നെ സംസാരിക്കണം, അത് എന്നോടല്ല. അത് അവളോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാനുമായിട്ട് പറയാൻ പറയാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് അങ്ങോട്ട് പോവാം, അല്ലാണ്ട് ഇതൊന്നും ഞാനുമായിട്ടല്ല വന്ന് പറയേണ്ടത്. എനിക്ക് ദേവങ്ങളിനോട് പറയാനുള്ളത് ഇതുമായിട്ടൊന്നും ബാധിക്കാത്തൊരു കാര്യമാണ്. അതും ഇന്ദിരയോട് അങ്കിൾ പറയേണ്ടതാണ്. പണ്ട് ഞാനും അവനും ഇഷ്ടത്തിലായിരുന്നു, പ്രണയത്തിലായിരുന്നു. എനിക്ക് അവനോട് ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം തന്നെയായിരുന്നു. അത് അന്നും ഇന്നും. അത് മറ്റാരെക്കാളും അങ്കിളിന് നന്നായിട്ടറിയാം. പക്ഷെ അങ്കിൾ അവൻ്റെ മനസ്സിൽ കുത്തിവെച്ച വിഷമുണ്ടല്ലോ, എൻ്റെ അച്ഛൻ്റെ കമ്പനിക്ക് വേണ്ടിയാണ് ഞാൻ അവനെ സ്നേഹിച്ചിരുന്നു. അതാണ് ഞങ്ങളെ പിരിയിപ്പിച്ചത്. ഇനി എനിക്ക് അവനുമായിട്ട് ഒന്നിക്കണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ പ്രണയം അങ്ങനെ തന്നെ കാണും. പക്ഷെ അതിനേക്കാളും 10 ഇരട്ടിയാണ് അവൻ്റെ മനസ്സിൽ ഞാൻ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവൻ എന്നെ മറക്കത്തില്ല. എന്നെ മറന്ന് വേറെ ആരെങ്കിലും അവൻ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് പ്രണയമായിരിക്കത്തില്ല, ശരീരത്തിന് വേണ്ടി മാത്രമായിരിക്കും. അതുകൊണ്ട് അങ്കിള് പോയി ആദ്യം ഇന്ദിരയോട് പറ, ഇങ്ങനെ സ്വയം നശിച്ച് ചീത്തപ്പേര് വാങ്ങാണ്ട് പുറത്തുള്ളവരെന്താ അവനെക്കുറിച്ച് പറയുന്നതെന്നറിയോ? ശരീരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ബിസിനസ്മാൻ, സെറ്റ്സ് മണി, ഇതാണ് അവൻ ഇമ്പോർട്ടൻസ്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വാങ്ങിച്ചു കൂട്ടാണ്ട് പോയി നന്നാവാൻ പറ. ശരിയാ നീ പറഞ്ഞത്. നീ പറഞ്ഞ ഒരു കാര്യങ്ങളും ഞാൻ എതിർക്കത്തില്ല ആസി. കാരണം നീ പറഞ്ഞതെല്ലാം സത്യമാണ്. പുറത്തുള്ളവര് എന്റെ മകനെ എന്താ പറയുന്നതെന്ന് നിന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. പിന്നെ നിനക്കിപ്പോഴും അവനോട് പ്രണയം ഉണ്ടെന്നും എനിക്കറിയാം. അവൻ ഇപ്പോഴും നിന്നെ ഇഷ്ടമാണെന്നും എനിക്കറിയാം. ശരിയാ, എന്റെ മകന് തെറ്റുപറ്റിയിട്ടുണ്ട്. അത് നീയാണ്. നിന്നോട് അവന് തോന്നിയ പ്രണയമാണ്. അല്ലാണ്ട് വേറൊരു തെറ്റും അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടില്ല. ആ പ്രണയം അവന്റെ ലൈഫിൽ വന്നതിന് ശേഷം അവൻ ഇങ്ങനെ ആയത്. നീ പറഞ്ഞതുപോലെ ഇങ്ങനെ നാട്ടുകാർക്ക് പറയാൻ കണക്കിന് ഒരു പ്ലേ ബോയ് ആയത്. ആ ഒരു പിഴവ് മാത്രമേ അവന്റെ ഭാഗത്തുനിന്ന് പറ്റിയിട്ടുള്ളൂ. എന്നും പറഞ്ഞ് നീ പറഞ്ഞതുപോലെ അവൻ ഇന്നും നിന്നെ ഓർത്തല്ല ഇരിക്കുന്നത്. അത് ഞാൻ നിന്നെ തെളിയിച്ചു തരാം. നിന്റെ മുമ്പ് കൂടെ തന്നെ ഞാനത് തെളിയിക്കുന്നതായിരിക്കും. അവനിന്നും ശരീരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ അടുത്ത് പോകുന്നുണ്ടല്ലേ നീ ഇങ്ങനെ പറയുന്നത്. എന്നാ നീ കണ്ടോ, നിന്റെ മുമ്പില്, നിന്റെ ഈ മുമ്പില് അവനൊരു പങ്കാളിയായിട്ട് നിൽക്കുമ്പോൾ നിന്റെ ഈ ശബ്ദം ഇനി എന്റെ മുമ്പിൽ ഉയർത്തത്തില്ല ആസീനി. ഇത് ഇന്ദിരയുടെ അച്ഛനാ പറയുന്നത്, ദേവശങ്കറ പറയുന്നത്. വാട്ട് എ ഷെയിം ഓഫ് യു അങ്കിൾ. എന്നാൽ എനിക്ക് അവൻ്റെ പ്രവൃത്തികളിൽ അങ്ങനെ തോന്നിയിട്ടില്ല. അവൻ ഓക്കെ ആണെന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു പ്രഹസനങ്ങൾ കാണിച്ച് കൂട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവനായിട്ട് തന്നെ ബ്രേക്കപ്പ് പറഞ്ഞു പോയിട്ട് അവനായിട്ട് എന്നെ ഓക്കെ ആണെന്ന് കാണിക്കാൻ വേണ്ടി കുറേ പേരുടെ കൂടെ പോകുന്നു, സെക്സിൽ ഏർപ്പെടുന്നു. വണ്ടർഫുൾ. ഇതൊന്നും ഒന്നിനും എവിടെ എത്താൻ പോണില്ല അങ്കിൾ. അവൻ്റെ നാശമാണ് അവനായിട്ട് എന്നെ വിളിച്ചു വരുത്തുന്നത്. സോ അങ്കിൾ പറഞ്ഞ് മനസ്സിലാക്കും മോനെ. പിന്നെ അങ്കിൾ പറഞ്ഞ പോലെ അങ്കിളിന് അങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. അവനൊരു ഹാപ്പി ലൈഫ് കിട്ടുന്നതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനായിരിക്കും. ഏതായാലും ഞാനും അവനുമായിട്ടുള്ളൊരു പ്രണയമോ ലൈഫോ ഒന്നും ഇനി പ്രാക്ടിക്കൽ അല്ല. അതിനി അവൻ സത്യം അറിഞ്ഞാലും ഇല്ലെങ്കിലും. ബിക്കോസ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിച്ചുകൊണ്ട് എന്നെ തള്ളി പറഞ്ഞ അവനെ ഇനി എത്രയൊക്കെ പ്രണയം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അഥവാ അറിയുന്ന കാലത്തായാലും അറിയാത്ത കാലത്തോളം ആയാലും. അങ്കിളിന് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പോവാം. പിന്നെ ആ ന്യൂസിൻ്റെ കാര്യം അത് ഞാനല്ല ചെയ്തത്. സോ അതുമായിട്ട് എൻ്റെ അടുത്ത് വരരുത് പ്ലീസ്. ഫൈൻ, അതുമായിട്ട് നിന്റെ അടുത്ത് ഞാൻ വരില്ല ആസിം. ഇത് ഞാൻ തരുന്ന വാക്കാം. പിന്നെ ഈ ന്യൂസ് വഴി എനിക്കുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് ഈ ദേവശങ്കറിനറിയാം. ഇതുപോലെ വന്ന ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് തന്നെയാണ് ദേവശങ്കർ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. പിന്നെ ഇന്ദിരയുടെ കാര്യം
അവന്റെ കാര്യത്തിൽ നീ ഇപ്പൊ പറഞ്ഞതെല്ലാം എനിക്കൊരു ഡെയറ അല്ലെങ്കിൽ ഒരു ചലഞ്ച്. അത് ഞാൻ ഏറ്റെടുത്തു എന്ന് തന്നെ നീ വിചാരിച്ചോ? നീ പറഞ്ഞതെല്ലാം നിന്നെ കൊണ്ട് തന്നെ ഞാൻ മാറ്റി പറയിപ്പിച്ചിരിക്കും. അവൻ നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നിന്റെ മുമ്പിൽ ഞാൻ തെളിയിച്ചിട്ടേ ഇനി ഈ ദേവശങ്കറിന് സമാധാനം കിട്ടത്തുള്ളൂ. പിന്നെ നിന്റെ പെങ്ങളോട് പോയി പറഞ്ഞേക്ക് ആദമിന്റെ കാര്യത്തിന് ദേവശങ്കർ ഒരു തീരുമാനം കണ്ടിട്ടുണ്ടെന്ന്. ന്യൂസ് സ്പ്രെഡായെന്നും പറഞ്ഞുകൊണ്ട് മുട്ടുമുടക്കാൻ ദേവശങ്കറിന്റെ മക്കളോ തയ്യാറില്ലെന്നോട് അവളോട് പറഞ്ഞേക്ക്. പകരം വീട്ടുമ്പോ ഇമാതിരി ചീപ്പ് രീതിയിൽ വീട്ടാൻ നിൽക്കരുതെന്നും കൂടെ പറഞ്ഞാൽ മനസ്സിലാക്കിയേക്ക്. ഓക്കെ, അത് ഞാൻ പറയാം. ഏതായാലും ഇന്ദിരയുടെ അച്ഛൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് മാത്രം, അല്ലാതെ ദേവശങ്കർ പറഞ്ഞുകൊണ്ടല്ല. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫിദ ഇബ്രാഹിമും ദേവശങ്കറുമായിട്ടുള്ള പ്രശ്നത്തിൽ ആസിം ഇബ്രാഹിമിനെ പിടിച്ചിടരുത്. എനിക്കത് ഇഷ്ടമല്ല. ആ പ്രശ്നത്തിൽ ഞാനില്ല, ഈ കളികളിലും ഞാനില്ല. ഞാനെന്നും ഒറ്റയാണ്. അതെപ്പോഴും അങ്ങനെ തന്നെ മതി. ശരിയെങ്കിൽ ഞാൻ ഇറങ്ങുക. ശങ്കരേട്ടാ വാ. ഓ ഡാം ഇറ്റ്. നവീൻ, അവന്മാരൊക്കെ എവിടെയാ? അച്ഛൻ്റെ അടുത്ത് തന്നെയല്ലേ തറവാട്ടില്? ആ അതെ സർ, അവരെല്ലാം അവിടെ ഉണ്ട്. പിന്നെ ആദമ കോളേജിലാ. കോളേജിൽ നിന്ന് വന്നാണ് ഇപ്പോൾ, ടൈമായല്ലോ. പിന്നെ ബാക്കി പിള്ളേരെല്ലാം അവിടെ കാണാനാണ് സാധ്യത. നീ വണ്ടി എടുക്കും. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഈ പ്രശ്നം പരിഹരിക്കാൻ വേറെ ഒരു വഴിയുമില്ല. ആദമിൻ്റെ ഫ്യൂച്ചറും കൂടെയാണ് പോകുന്നത്. പോരാണ്ട് കമ്പനിയുടെ പേരിൽ ഇതെല്ലാം ഇറക്കിയിരിക്കുന്നത്. ഏതായാലും ഇത് ആസിമിൻ്റെ അറിവൂടെ അല്ല. ആണെങ്കിൽ അവ അത് തുറന്നു പറഞ്ഞേനെ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഇതെന്താ സ്ഥലം മാറിപ്പോയോ? അല്ലല്ലോ, ഇത് തന്നെയല്ലേ വീട്. ഇതെന്താ ഇവിടെ മുഴുവൻ പത്രക്കാർ? ഹായ്, ഹലോ, അയ്യോ, ഹായ്, ചിരിച്ചു കൊടുത്തേക്ക്. ഹായ്. ഇതാരാ ചായ കുടിക്കുന്നത്? മുത്തശ്ശനാ? എന്തുണ്ട് എൻ്റെ മുത്തൂസെ വിശേഷം? സുഖാണോ? ആ നീ വന്നോ? എനിക്കത് സുഖക്കുറവാ. സുഖമൊക്കെ നന്നായിട്ടുണ്ട്. അല്ല, എന്നെ ഓർമ്മയെ കൊണ്ടല്ലോ അല്ലേ നിനക്ക്? നീ എന്നിട്ട് കോളേജിൽ തന്നെ നേരെ പോയത് ഇങ്ങോട്ട് വരാതെ അവന്മാരുടെ ഒപ്പം? ഞാനിങ്ങോട്ട് വരേണ്ടായിരുന്നു. ഏത് നേരത്താണാവോ എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയത്. അതൊന്നും എനിക്ക് എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു മുത്തശ്ശ. അല്ല മുത്തശ്ശ, ഈ വെളിയിൽ എന്താ പത്രക്കാരും മീഡിയയൊക്കെ നിൽക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവന്മാരൊക്കെ എവിടെ? അതെനിക്കറിയാൻ പാടില്ലടാ. ഒരു 1:30 ആയപ്പോ ഇവിടെ വന്ന് നിൽക്കുന്നതോ ഈ പത്രക്കാരും മീഡിയക്കാരും. ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് തോന്നി. ഏതായാലും നീ അത് വഴിയിൽ വന്നേ. അപ്പൊ നിന്നെ ആയിരിക്കത്തില്ല, പിന്നെ വേറെ ആരെങ്കിലും ആയിരിക്കും. ആരെയാണോ ആവോ. ആ ചെറുക്കന്മാര് പത്രക്കാരെ കണ്ടപ്പോഴത്തേക്ക് എല്ലാണോ കൂടെ കയറി മേലെ റൂമിൽ ഇരിപ്പുണ്ട്. എന്താന്ന് കാര്യം അറിയത്തില്ല, ചോദിച്ചിട്ടൊട്ടും പറയുന്നുമില്ല. എന്തേലും ആവട്ടെ. ദേവ എന്തോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവൻ വരുന്നോണ്ടായിരിക്കും എല്ലാം കൂടെ വാരി വന്ന് നിൽക്കുന്നത്. എന്തേലുമൊക്കെ ചെയ്തിട്ട് പോട്ടെ, നമുക്കെന്താ ചെയ്യണം? അത് ശരിയാ. എന്തായാലും ഞാനൊന്ന് ഇന്ദിരയെ കണ്ടിട്ട് വരാവേ. എടാ, നീ ചായ കുടിക്കുന്നില്ലേ? ചായ കുടിച്ചിട്ട് പോ. ഞാൻ അവനെ കണ്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ട് കുടിക്കാൻ മുത്തശ്ശ. പിന്നെ ഈ പുറത്തെന്താ സംഭവം എന്ന് അറിയണമല്ലോ. ഏതായാലും അവനറിയായിരിക്കും. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. ശരി എന്നാ. അത് ശരിയാ. എന്നാ മാമ പോയി ഫ്രഷ് ആയിട്ടോ. ഞാൻ അവരോട് പറയാം ചായ എടുത്ത് വയ്ക്കാൻ. ശരി, പോയിട്ടോ. ഹലോ പയ്യൻസ്, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എന്താണ് ഒരു ഗൂഢാലോചന? തലവേദന എടുത്തിട്ട് വയ്യ. സത്യം പറയാമല്ലോ, എൻ്റെ പൊന്നെ സിദ്ധുവേട്ടൻ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. ഇന്ന് കോളേജിൽ പോകണ്ടായിരുന്നു. ഇന്നത്തെ ഒരു അവിഞ്ഞ ദിവസമായിരുന്നു. എന്താണ് ഇങ്ങനെ നോക്കുന്നേ? അത് ശരിയാ, അവിഞ്ഞ ദിവസമായിരുന്നു. എങ്ങനെ അറിയാതിരിക്കും? അമ്മാതിരി കാണിപ്പല്ലേ കോളേജിൽ കാണിച്ചു കൂട്ടി വെച്ചേക്കുന്നത്. ഞങ്ങളെന്താ ഒന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചോ? എന്തറിയത്തില്ലെന്ന്? അഖിലേ, വെറുതെ പ്രാങ്കാനുള്ള പണിയാണോണെങ്കിൽ ഞാൻ അതിന് പറ്റിയ മൂഡിലല്ല. ഞാൻ ആകെ മൊത്തത്തിലൊരു പുകഞ്ഞ അവസ്ഥയിലാണ്. അല്ല, ഈ പുറത്തുനിന്ന് മീഡിയൊക്കെ ദൈവത്തിനെ കാണാനാണോ? അതിന് മാത്രം ഇപ്പം എന്താ ഉണ്ടായേ? ഇനി ദേവമ്മയുടെ ഇഷ്യൂ എല്ലാം അറിഞ്ഞിട്ടാണോ?
ആടാ ദേവമ്മയുടെ ഇഷ്യൂ അറിഞ്ഞിട്ട് ഒറ്റ കീറങ്ങ് വെച്ചിരും. വഴിയിൽ പോയ സ്റ്റുഡൻസിനെ കയറി ഉമ്മിച്ചിട്ട് അവൻ്റെ വർത്താനം കേട്ടില്ലേ? എന്താ ഞങ്ങളൊന്നും അറിയത്തില്ലെന്ന് വിചാരിച്ചോ? ഓ ഉമ്മിച്ചതാണോ പ്രശ്നം? അത് ഞാൻ ഉമ്മിച്ചല്ല, അവന്മാർ റാഗിങ് കൊടുത്തിട്ട് ആ ചെറുക്കൻ അല്ല ഓഹോ ഓഹോ നിങ്ങൾ കോളേജിൽ CID വെച്ചല്ലേ എൻ്റെ പറകെ? ഞാൻ ഇതൊക്കെ വിചാരിച്ചതാ. ഞാൻ അവിടെയെങ്കിലും എത്തി സ്വസ്ഥമായിട്ടൊരു അധ്യാപകനാകാൻ സമ്മതിക്കൂ? ആടാ കോളേജിൽ CID മാത്രമല്ല, നിന്റെ ബാഗിന്റെ പിറകിൽ ഞങ്ങൾ ഒരു ചിപ്പും കൂടെ വച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നീ അവിടെ നിന്ന് ഉമ്മിക്കുന്നത് ഞങ്ങൾ ഇവിടെ ക്യാമറ വഴി കണ്ടോണ്ടിരിക്കുകയായിരുന്നു. എന്റെ വായിന്നൊന്നും കേൾക്കല്ലേ ആദ്യമേ നീ? എടാ അത് നീ അവിടെ കിസ് ചെയ്തത് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് ഓടിക്കൊണ്ട് നടക്കുക. റിയൽ BL കപ്പിൾസ് എന്ന് പറഞ്ഞോണ്ട് അറിയോ നിനക്ക്? റിയൽ BL കപ്പിൾസാ? ആര്? ആ പൂച്ചയാ? ദേ ഇന്ദിര, നിങ്ങൾ ഈ സസ്പെൻസ് ഇട്ട് കളിക്കല്ലേ. അതിന് പറ്റിയൊരു സിറ്റുവേഷൻ അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിയിച്ചു പറ. എവിടെ റീൽസ്, എന്ത് റീൽസ്? എനിക്കൊന്നും മനസ്സിലാവണില്ല അളിയാ. എടാ ശരിയാ, ആ കൊച്ചിന് ആ മറ്റേ ചെറുക്കന്മാർ പണിഷ്മെന്റ് റാഗിങ് കൊടുത്തിട്ട് അവൻ വന്ന് എന്നെ കിസ് ചെയ്തതാ. അവ എന്നോട് പറഞ്ഞതാ. പക്ഷെ അവൻ കിസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. ഞാനേ വണ്ടറടിച്ചാടാ നിന്നേ. പിന്നെ ഞാൻ അവിടെ നിന്ന് ചിരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചിറങ്ങി വന്ന്. അതൊക്കെ പഠിക്കുന്ന സമയത്ത് കോമണല്ലേ? അല്ല ഇതിപ്പോഴേക്കും റിയലായ എങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ? നീയൊക്കെ ഇത് എന്തൊക്കെയാണോ പറയുന്നത്? തെളിയിച്ച് പറയടാ. അതിലെ നീ എങ്കിലും പറ. ആഹാ എന്താ രസം. പ്രൊഫസർ ആദം സക്രിയ ജോൺ എന്ന കേട്ടോ? അത് നിനക്കുള്ള പണിയായിരുന്നു, അല്ലാതെ ആ ചെറുക്കനുള്ള പണിയല്ലായിരുന്നു കേട്ടോ. നിന്നെ അവൻ പ്രപ്പോസൽ ചെയ്യണമെന്നും വന്നിട്ടില്ല, പക്ഷെ നിന്നെ അവൻ കിസ് ചെയ്യണത് നല്ല വെടിപ്പായിട്ട് അവന്മാരെടുത്ത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നീ ഫോൺ എന്താ പുഴിക്ക് തിന്നാനാണോ വച്ചേക്കണ? അല്ലല്ലോ. ദേവച്ചൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? എന്നിട്ടാ ഞങ്ങളെ വിളിച്ചത്. ഞങ്ങളെ വിളിക്കുന്നതിന് മുമ്പേ ഇന്ദിരയുടെ ഫോണിൽ വീഡിയോ വരികയും ചെയ്തു, ഞങ്ങളത് കാണുകയും ചെയ്തു. അതിനുശേഷം ദേവച്ചന്റെ ഫോൺ എടുത്തപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനെക്കുറിച്ച് പറയാനാണെന്ന്. അതെല്ലാം പോട്ടെ, ഇത് വെറും റിയൽ ആയിട്ട് മാത്രം ഓടിക്കൊണ്ട് ഇൻസ്റ്റഗ്രാമിന് മാത്രം നടന്നതെങ്കിൽ കുഴപ്പമില്ല. ഇത് ആ ഇബ്രാഹിമിന്റെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരുടെ ചാനലിൽ ഓടിക്കൊണ്ട് നടക്കുക. എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിച്ചേക്കുന്നതിന് എന്റെ ആദമ്മോന് ഒരു ലക്ഷ്യമില്ലല്ലേ? വല്ലപ്പോഴും ഫോൺ തുറന്നു നോക്കണം. എൻ്റെ ദൈവമേ കർത്താവേ. എടാ അത് അങ്ങനെയൊന്നും അല്ല, നിങ്ങളത് കേള്. എടാ ആ പയ്യൻ വന്ന് യവന്മാരാ റാഗി ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. പിന്നെ അവനാ ചാടിക്കറിയാണ് കിസ് ചെയ്തത്. ഞാൻ തന്നെ ഷോക്കായിപ്പോടാ. എനിക്ക് ചിരിയൊക്കെ വന്നടാ. ഞാൻ അവിടെ നിന്ന് ചിരിച്ച്. ശരിയാ, അതൊക്കെ ശരിയാ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ അവന്മാരെയും കൊണ്ട് പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് പ്രിൻസിപ്പാളിൻ്റെ അവന്മാർക്ക് നല്ലതുപോലെ കിട്ടിയിട്ട് അവന്മാർ മറ്റവന്മാർ ക്ലാസ്സിൽ പോയത്. അവന്മാർക്ക് സസ്പെൻഷനും കിട്ടി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി. പിന്നെ ഫോൺ ഓണാക്കാനൊന്നും നിന്നില്ല, ഫോൺ സൈലൻ്റ് ആയിരുന്നു. ഞാനിങ്ങ് വീട്ടിൽ വരാമെന്ന് വിചാരിച്ചു. ഇത്രയും ഗുലുമാലായെന്ന് ഞാൻ അറിഞ്ഞോ? ഇല്ലല്ലോ. എൻ്റെ കർത്താവേ, ഇനി ദേവച്ചൻ ഇനി എന്തൊക്കെയാണാവോ വന്ന് പറയാൻ പോണത്. നീ ടെൻഷൻ ആവണ്ടാവേ. നിന്റെ സ്ഥാനത്ത് ഞങ്ങളാരെങ്കിലായിരുന്നു അച്ഛൻ മിക്കവാറും പടിയടച്ചിട്ടുണ്ടാവും അച്ഛനെ. നീ ആയതുകൊണ്ട് അച്ഛൻ കണ്ണടച്ച് നിൽക്കും. പിന്നെ നീ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് വിജയത്തില്ല എന്ന് അച്ഛൻ എന്തായാലും അറിയാം. ഇതെന്തോ പണിയാണെന്ന് അച്ഛൻ മനസ്സിലാക്കാം. അതുകൊണ്ട് നീ ടെൻഷൻ ആവണ്ട. പിന്നെ അച്ഛൻ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന്. അച്ഛൻ ആദ്യം ഇങ്ങോട്ട് വരട്ടെ. അതുവരെ അബഹളമൊന്നും നീ കണ്ടില്ല എന്ന് നടിച്ചാൽ മതി. നീ സമാധാനമായിട്ട് നിൽക്ക്. നീ ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ, എന്താ ശരിക്കും അവിടെ നടന്നേ? അല്ല നീ എന്തിനാ ആ ക്ലാസ് ടൈം, അതൊരു ഉച്ച സമയത്തിന്, ഞങ്ങൾക്കറിയാം നീ ഇന്ന് ലേറ്റായിട്ടാണ് പോയെന്ന്, എന്നാലും ആ ഒരു ടൈമിന് നീ എന്തിനാ പുറത്തു പോയേ? അല്ല പുറത്തെന്തിനാ നീ നിന്നേ? നീ എല്ലാം ഒന്ന് നേരെ പറഞ്ഞേ. സിദ്ധുവേട്ട എന്തോ പറയുന്നത്? ഞാൻ അവന് ഉമ്മ വയ്ക്കാൻ വേണ്ടി പുറത്തു പോയെന്നോ? എന്തുവാടാ ഇത് സിദ്ധുവേട്ട? ഞാൻ ആ പ്രിൻസിപ്പാൾ എന്നെ പറഞ്ഞു വിട്ടത്. അപ്പുറത്തെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി കുറച്ച് ഡോക്യുമെൻറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എടാ ഞാൻ മര്യാദയ്ക്ക് അത് വാങ്ങാനായിട്ട് അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ വാളി ചെറുക്കൻ വന്ന് എക്സ്ക്യൂസ് മീ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചത്. ഞാൻ തിരിഞ്ഞു ചോദിച്ചു എന്താന്ന്. എക്സ്ക്യൂസ് മീ? ആ യെസ്, എന്താ? തന്നെ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പുതിയ സ്റ്റുഡൻ്റ് ആണോ? ആ പുതിയ. ചേട്ടാ എന്തിനാ ഇപ്പൊ അതൊക്കെ അറിയുന്നേ? അതിനല്ല ഇവിടെ പ്രാധാന്യം. ചേട്ടാ എനിക്കൊരു പണി കിട്ടിയിരിക്കുക. അവിടെ നിൽക്കുന്ന ചേട്ടന്മാരെ കണ്ടോ? എവിടെ? ആ നിനക്കല്ല പണി, അതെനിക്കാണെന്നാ തോന്നുന്നത്. അവർക്കെന്താ പ്രശ്നം? നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? നേരെ ചൊവ്വേ പറ. അതെ ചേട്ടാ, അവർക്ക് ഒരു പ്രശ്നമില്ല. പ്രശ്നം മുഴുവൻ എനിക്കാ ചേട്ടാ. അവരെന്നെ ചെറുതായിട്ട് റാഗ് ചെയ്ത് ചെറിയ പണി തന്ന് ഇങ്ങോട്ട് വിട്ടെ. ചേട്ടനെ ചെറുതായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യണം. പിന്നെ പിന്നെ പിന്നെ
പിന്നെ പിന്നെ പിന്നെ കാര്യം പറയടാ. യവന്മാർ എനിക്കിട്ട് പണി വാങ്ങി ഈ ചെറുക്കനെ പറഞ്ഞു വിട്ടതാ. നീ കാര്യം എന്താ പറ. ചേട്ടാ പ്രപ്പോസൽ മാത്രമല്ല, ചേട്ടനെ കിസ് ചെയ്യാൻ പറഞ്ഞു അവര്. കിസ്സാ? ചെറുക്ക പൊന്നു കാശി, നോക്കിയോണ്ട് നിന്ന് ഇങ്ങേര് കിസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഇങ്ങേര് നല്ല ആരും ചാടിക്കേറി ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ ഭർത്താവ് എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഓ എന്താടാ, എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? എന്ത് സോറി. സോറിയാ? എൻ്റെ ചെയ്യാളൊക്കെ ചെയ്തിട്ട് സോറിയാടാ? ചേട്ടാ എന്നൊന്നും പറയില്ല, എന്റെ സിറ്റുവേഷൻ അതായി പോയി. സോറി. അമ്മേ, എൻ്റെ പൊന്നു സിദ്ധോട്ടാ, ആ ലാസ്റ്റ് ചിരിച്ചെന്നല്ലാണ്ട് ഞാൻ അവിടെ ഒന്നും ചെയ്തില്ല. സത്യം, അവൻ തന്നത് വാങ്ങിച്ചുകൊണ്ട് നിന്നതേ ഉള്ളൂ. ദൈവമേ, ഇനി ദേവച്ചൻ വന്ന് എന്നെ വെടിവെച്ചങ്ങനെ കൊല്ലുമോ സിദ്ധോട്ടാ? എൻ്റെ പൊന്നാദൂസേ, എനിക്കറിഞ്ഞൂടാ അച്ഛൻ്റെ മനസ്സിലെന്താണെന്ന് അച്ഛന് മാത്രം അറിയാം. ഏതായാലും വിളിച്ച ടൈമിൽ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു, അത് മാത്രം എനിക്കറിയാം. അല്ല, നീ ഒന്നും ചെയ്തില്ല, അവൻ തന്നത് വാങ്ങിച്ചോണ്ട് നിന്നെന്നല്ലേ പറഞ്ഞേ. പക്ഷെ ഞങ്ങൾ ആ വീഡിയോയിൽ അങ്ങനെ അല്ലല്ലോ കണ്ടത്. നീ തിരിച്ച് പിടിച്ചു വെച്ച് കൊടുക്കുന്ന കണ്ടായിരുന്നല്ലോ, അതെന്താ? സിദ്ധുട്ടാ, വെറുതെ എന്റെ ആദൂരിയായിട്ട് ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യണ്ട കേട്ടാ. ആർക്കായാലും ഒരു അബദ്ധമൊക്കെ പറ്റും, സാരല്ലടാ. എന്താ ബത്തം? നീയൊന്നും ഉണ്ടായിരുന്നേ? നീയല്ല അവൻ കേട്ടാ. അതെ, ഞങ്ങൾ കണ്ടായിരുന്നല്ലോ വീഡിയോയില്, നീ തിരിച്ചും ചെയ്യുന്നുണ്ട്. അതെന്തിനാ നീ തിരിച്ചവനെ കിസ് ചെയ്തേ? അല്ലെങ്കിൽ പിന്നെ അവനാണല്ലോ നീ തള്ളി മാറ്റേണ്ടേ? അല്ല, പക്ഷെ നീയാണല്ലോ അവനെ തള്ളി മാറ്റേണ്ടേ. ലാസ്റ്റ് അവനാണല്ലോ തള്ളി മാറ്റിയത്. ആ, ഞങ്ങളതൊക്കെ കണ്ടതാ. എന്തായിരുന്നു? ദേഗി, നീ തന്നെ മുമ്പ് പറഞ്ഞു ഞാൻ ഇന്ദ്രയെ പോലെ അല്ലാന്ന്. യുനോ, ഐ എം സ്റ്റിൽ സിംഗിൾ ഡാ. ഇതുവരെ ഒരു കിസ് പോലും തന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കിസറാ ഒരുത്തം വന്ന് തരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. സത്യം പറയാലോ, ഞാനത് ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഞാൻ തിരിച്ചു കൊടുത്തു. അതിനിപ്പോൾ എന്താ തെറ്റ്? ഏത് നേരത്താളാവോ എടാ. അപ്പോൾ അത് ക്യാമ്പസിലുള്ള എല്ലാവരും കണ്ടോ? പിള്ളേരൊക്കെ കണ്ടോ? അല്ല, ഈ പുറത്തുള്ളവരൊക്കെ കണ്ടോ? ആരും കണ്ടില്ല. ആരും കാണാത്തോണ്ടാണല്ലോ പുറത്ത് മീഡിയ വന്ന് നിൽക്കുന്നത് അല്ലേ? അയ്യോ, നിന്നുണ്ടല്ലോ എടാ, എല്ലാരും കണ്ട് ലോകം മുഴുവൻ TV-യിൽ പാട്ടായി ന്യൂസായി പോയിക്കൊണ്ടിരിക്കുന്നോണ്ടാ പുറത്ത് മീഡിയ വന്ന് നിൽക്കുന്നത്. നിനക്കറിയോ? ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് വേളിലിരിക്കുന്നവര് മാത്രം അറിയാം. എൻ്റെ പൊന്നാഗി, ഉപകരിച്ചില്ലെങ്കിലും വേണ്ടൂല, ശവത്തി കുത്തല്ലേടാ. ഇന്ദ്ര, നീ ആ വീഡിയോ ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ? ഐ മീൻ, നിങ്ങൾ കണ്ട ആ വീഡിയോ? ഓ പിന്നെന്താ, ഒരു വിരോധമല്ല. അത് ഞാൻ കാണിച്ചു തരാം. സിദ്ധേട്ടാ, ആ ഫോൺ എടുത്തേ. ഇതാ നോക്ക്.